ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ മൈ ഹാപ്പിനെസ്. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാളും കൂടിയിട്ട് ഇവിടെ അടുത്ത് തന്നെ ഒരു തായ് റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടെ ഫുഡ് അടിക്കാൻ പോവുകയാണ്. ഒരു ചൈനീസ് സ്പെഷ്യൽ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ട്. അത് കിഡിലിനാണ്. കഴിഞ്ഞ ദിവസം കഴിച്ചിട്ടുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ എന്തായാലും ചേട്ടൻ 2 ദിവസം മുമ്പ് പറയായിരുന്നു നമുക്ക് പോയി തായ് ഫുഡ് കഴിക്കാമെന്ന്. ഞങ്ങളത് മറക്കാതെ വെച്ച് നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷിക്കുക. വലിയ വലിയ കാര്യങ്ങളുടെ പുറകെ നടന്നിട്ട് അത് കിട്ടിയില്ല എന്ന് ഓർത്ത് നിരാശപ്പെടുന്നതിനേക്കാളും നല്ലത് നമ്മളുടെ ലൈഫിലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റും. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും നമുക്ക് വളരെ നിരാശയായിട്ടായിരിക്കും തോന്നുക. അപ്പോൾ അതിനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷിക്കാൻ ശ്രമിച്ചാൽ കുറച്ചും കൂടി ലൈഫ് ഭയങ്കര സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഞാനിവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. സംഗതി വേറൊന്നുമല്ല കേട്ടോ. അതെ, നമ്മളുടെ ഈ പ്രണയവും അതേപോലെ നാളികേരവും ഉണ്ടല്ലോ, ഇത് രണ്ടും ഒരുപോലെയാണെന്നാണ് പറയുന്നത്. കാരണം വെച്ചാൽ മറ്റുള്ളവർക്ക് പാര വെച്ച് പൊളിക്കാൻ ഭയങ്കര എളുപ്പമാണെന്നുള്ളത്. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ വായിച്ചപ്പോൾ ഞാനത് വെറുതെ വിട്ടു. പക്ഷേ എവിടെയോ എൻ്റെ മനസ്സിലത് കൊണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നീട് ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളത്. പക്ഷേ ശരിയാണ്, ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ തോന്നി ഒരുപാട് പ്രണയങ്ങൾ അല്ലെങ്കിൽ ബന്ധങ്ങൾ, പ്രണയം എന്ന് മാത്രമൊന്നുമല്ല, ഇപ്പോൾ ഏത് തരം ബന്ധങ്ങളാണെങ്കിലും മറ്റുള്ളവരുടെ പാരകൾ കൊണ്ട് പൊളിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിൽ ഓർമ്മ വന്നു പലരുടെയും. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ഒരു പ്രണയമാണെങ്കിൽ പോലും പല പാരകൾ കൊണ്ടും പൊളിഞ്ഞു പോയൊരു സംഭവമാണ്. രണ്ടാമത് അത് ചേർന്ന് വന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന ഏത് തരം ആളുകളാണെങ്കിലും, അത് പ്രണയത്തിനാണെങ്കിലും അതല്ലാതെയുള്ള വേറെ ഏത് തരം ബന്ധത്തിനുള്ള ആളുകളാണെങ്കിലും അവർ ജെനുവിനാണ്, നമ്മളോടുള്ള അവരുടെ പ്രവൃത്തികളിൽ അവർ ജെനുവിനാണെന്ന് നമുക്ക് തോന്നുകയും അതല്ലെങ്കിൽ തിരിച്ച് നമുക്ക് അവരോടുള്ള പ്രണയവും അതല്ലെങ്കിൽ സൗഹൃദവും ഇതെന്ത് തന്നെയാണെങ്കിലും ജെനുവിനാണെന്ന് നമുക്കും തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ബന്ധത്തിൽ വേറെ എന്താ പറയുക നല്ലതായിട്ടാണ് അത് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് തോന്നണേ. പിന്നെ ഇപ്പോൾ നമ്മളൊരു പ്രണയമാണെങ്കിൽ പോലും അതിന് പല പാരകളുണ്ടാവും. ഈ പറഞ്ഞ പോലെ പൊട്ടിത്തകർന്ന് നമ്മൾ ഈ നാളികേരം പാര വെച്ച് പൊളിച്ച് കഴിഞ്ഞിട്ട് അതിനി പൊട്ടിത്തകർന്ന് ഒരു തരത്തിലും ചേരില്ല എന്നുള്ളൊരു അവസ്ഥയിലാണെങ്കിൽ പോലും അവിടെയാണ് നമ്മളുടെ ദൈവത്തിൻ്റെ പവർ എന്ന് പറയുന്ന സംഭവം കാണും. എന്നിട്ടും നമ്മൾ വീണ്ടും ഒന്നിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യമായിരിക്കും കേട്ടോ. ആ സമയത്ത് ചിലപ്പോൾ നമുക്കതൊന്നും എൻജോയ് ചെയ്യാൻ നമുക്ക് പറ്റുകയില്ല. കാരണം നമ്മൾ ആകെ തകർന്നു പോയ നാളികേരമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്നൊന്നും വരില്ല. പക്ഷേ കാലക്രമേണ അത് നന്നാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളതും അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നിന്ന് എനിക്കൊരു എക്സ്പീരിയൻസ് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആലോചിച്ച് വരുമ്പോൾ വേറൊരു വായന എനിക്ക് ഞാൻ വായിച്ചൊരു കാര്യം ഓർമ്മ വരികയാണ്. സംഗതി എന്താ വെച്ചാൽ ദൈവം ഒരു തുന്നൽ മിഷൻ എന്താ പറയുക 2 തുണികളെ തമ്മിൽ ചേർക്കുമ്പോൾ ആ തുണികൾക്ക് ഭയങ്കര പെയിനായിരിക്കുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുണികൾ വളരെയധികം തുന്നി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ തുണികൾ ഭയങ്കര മനോഹരമായ വസ്ത്രങ്ങളായിട്ട് മാറുമല്ലോ. അപ്പോൾ ഞാനത് നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ദൈവം നമ്മളെ ഓരോ വ്യക്തികളെ തമ്മിൽ ചേർക്കുന്ന സമയത്ത് ഒരുപാട് പെയിൻ ഉണ്ടാവും. പലതരത്തിലുള്ള എതിർപ്പുകളും കാര്യങ്ങളൊക്കെ കടന്നിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ഒരു ലൈഫിലേക്ക് വരുന്നുണ്ടാവും. പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ നമ്മളുടെ ആ ഒരു 2 വ്യക്തികളുടെ ഇടയിലേക്ക് മറ്റുള്ള വ്യക്തികളെ അനാവശ്യമായിട്ട് അവർക്ക് നമ്മളുടെ ജീവിതത്തിൽ അഭിപ്രായങ്ങൾ പറയാൻ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഒരു കീയിൽ നമ്മൾ മുന്നോട്ട് പോവാതിരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ താല്പര്യങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ നമ്മളുടെ വണ്ടി എപ്പോഴും വണ്ടിയുടെ സ്റ്റിയറിംഗ് എപ്പോഴും നമ്മളുടെ കയ്യിലിരിക്കുക. അതിന് എത്ര വലിയ അടുത്ത ബന്ധമാണെങ്കിൽ പോലും ആ ബന്ധത്തിനെ നമ്മൾ ഇതിലേക്ക് വലിച്ചഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അത്തരമുള്ള ആളുകൾക്ക് നമ്മളുടെ ലൈഫിലേക്ക് ഒരു പരിധിക്കപ്പുറം സ്പേസ് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല ബന്ധങ്ങളും അതിപ്പോൾ പ്രണയവിവാഹം അല്ലെങ്കിൽ പോലും ഒരുപാട് ജീവിതങ്ങൾ മറ്റുള്ളവരുടെ ഇടപെടലുകൾ കൊണ്ട് ഇപ്പം ചിലപ്പോൾ നമ്മളുടെ പെൺകുട്ടികളുടെ അമ്മമാരായിരിക്കാം, പെൺകുട്ടികളുടെ അച്ഛന്മാരായിരിക്കാം, അല്ലെങ്കിൽ അവർ ആരെങ്കിലും വേറെ ആയിരിക്കാം, ചിലപ്പോൾ ആൺകുട്ടികളുടെ വീട്ടിൽ നിന്നായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം ബന്ധങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിന് കൊടുക്കേണ്ട ഒരു കയ്യകലം എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു സംഭവത്തിൽ നിർത്തിയിട്ട് അതിന് മുന്നോട്ട് കൊണ്ടുപോകുക. നമ്മളുടെ ലൈഫിലേക്ക് ഇടപെടാൻ നമ്മൾ വേറൊരാളെയും അനാവശ്യമായിട്ട് അനുവദിക്കാതിരിക്കുകയും തിരിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമ്മൾ അനാവശ്യമായി ഇടപെട്ട് അവരുടെ ലൈഫിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ പോവാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പാരകൾ പലതും ഉണ്ടാവും, നാളികേരം പൊതിക്കുന്ന പോലെ പൊതിക്കും. പക്ഷേ ഒന്ന് നിങ്ങൾ ആലോചിക്കുക, ദൈവം ചേർക്കാൻ വെച്ചതാണെങ്കിൽ നമ്മളെ ദൈവം തീർച്ചയായിട്ടും ചേർത്തിരിക്കും. അങ്ങനെ ദൈവം ചേർത്ത് തരുന്ന ഒരു ലൈഫിൽ ചിലപ്പോൾ നമ്മൾ ഇട്ടിട്ട് പോകാനൊക്കെ നമുക്ക് തോന്നും ഓരോ മൊമെൻറ്റിൽ. പക്ഷേ അവിടെ നമ്മൾ പിടിച്ചു നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ കൂടി പരസ്പരം മനസ്സിലാക്കി അറിഞ്ഞ് നമുക്ക് ജീവിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫ് അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ വേറെ ഏറ്റവും നല്ലൊരു ജീവിതം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഞാനൊരിക്കലും അറേഞ്ച് മാരേജ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു. അതുപോലെ തന്നെ അറേഞ്ച്ഡ് മാരേജിനോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല കേട്ടോ. അതൊക്കെ തീർത്തും ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. അപ്പോൾ അതുമായിട്ട് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാം. പക്ഷേ ഞാനിന്ന് ഈ വായിച്ചൊരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞതാണ്. നമ്മളൊരു ജീവിതം തുടങ്ങുമ്പോൾ ഇതുപോലെ പല പാരകളുമായിട്ട് പലരും നമ്മളുടെ ചുറ്റും ഉണ്ടാകും. പക്ഷേ അതെല്ലാം നമ്മൾ ഒരുമിച്ച് നിന്ന് നേരിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് വളരെ നന്നായിട്ട് പോകാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മളുടെ കയ്യിൽ വെക്കുക, അത് വേറൊരാളുടെ കയ്യിൽ ഒരിക്കലും ഏൽപ്പിക്കാതിരിക്കുക. അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നന്നായിട്ട് ജീവിക്കാൻ പറ്റും. എല്ലാ പ്രശ്നങ്ങളെയും നേരിടാനും പറ്റും കേട്ടോ.